നമസ്കാരം, കസിഭായിയാണ്. അപ്പോഴേ ഞാൻ നമ്മുടെ പുഴയിലാണുള്ളത്. കുറച്ച് തുണിയൊക്കെ അലക്കാണ്ടായിരുന്നു. തുണിയെല്ലാം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തുണിയെ വെള്ളത്തിൽ ഇങ്ങനെ പൊതിർത്തിയിട്ടിരിക്കുക, സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട്. കാരണം പുതപ്പാണ് കേട്ടോ, നല്ല ചെളി ഉണ്ടാവും കുറേ ദിവസമായി അലക്കിയിട്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഇന്ന് ലീവല്ലേ, പോയിട്ട് അലക്കിയിട്ട് വേടാതെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പുഴയിലോട്ട് ഇറങ്ങാമെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് പുഴയിൽ ആരും ഇല്ല കേട്ടോ. നോക്കി, ഒരു മനുഷ്യരും ഇല്ല പുഴയിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. പേടിയ ഗൈസ്, പഴയതുപോലെ ഒന്നും പുഴയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം കാട്ടാന, പുലി, കടുവയൊക്കെ ഉള്ള നാടായി മാറി നമ്മുടെ നാട്. പേടിയാണ്, സത്യം പറഞ്ഞാൽ പേടിയാണ്. പണ്ടൊക്കെ നമുക്ക് ഏത് സമയത്ത് എങ്ങനെയും വേണേൽ നമുക്ക് നമ്മുടെ പുഴയിൽ ഏത് പാതിരാത്രിക്ക് പുഴയിലോ എവിടെയാണ് ചാടി ഓടി അപ്പുറം ഇപ്പുറമൊക്കെ നടക്കാം. ഒരു കൂടിപ്പോയ പട്ടികളുണ്ടാവും. പട്ടികളൊക്കെ നമ്മൾ ചങ്ങായിമാരായിട്ട് പട്ടി കടിക്കൊന്നുമില്ല. പക്ഷേ പുലി, കടുവ, സിംഹം ഉണ്ടെന്നറിയില്ല, അതിൻ്റെ പേര് മാത്രമേ കേൾക്കാറുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ ഇറങ്ങി കളിച്ചിട്ടുണ്ട്. കൂടാതെ ആനാക്രമണത്തിൽ ഇന്നും ഒരു നമ്മുടെ ഒരു മൂപ്പി ഇവിടെ മരിച്ചിട്ടുണ്ട്. 13 എല്ലാവരും അറിഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇന്ന് ആർളം ഗ്രാമപഞ്ചായത്തിന് എന്താ പറയുക ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് പണിയില്ലാതിരുന്നത്. എന്തൊരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ജീവിക്കാനുള്ളൊരു സന്തോഷമില്ലെങ്കിൽ ഇല്ലാത്തൊരു ജീവിതമല്ലേ. ഇത്ര കാലം ഞാനൊക്കെ നാട് വിട്ടു നിന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ലായിരുന്നു. ശരിക്കും നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് കാലം നിന്നപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ മനസ്സിലായി തുടങ്ങിയത്. ആർല ഫാമിൽ ഇപ്പം ഭയങ്കര സംഘർഷമൊക്കെ ആയിരുന്നു ഇന്നലെ. ഈ 13 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കേട്ടോ, ഈ 13 ബ്ലോക്കിൻ്റെ ഒരു ഭാഗം ഇതാണ്. ഇത് അങ്ങോട്ട് കിടന്ന 13 ബ്ലോക്കാണ്. ആനയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ആന ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഇത് ആർല ഫാമിൻ്റെ ഭാഗമാണെങ്കിൽ ഇത് ഈ കാണുന്നതോ, ഇത് കരഭാഗമാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ ഭാഗം അങ്ങോട്ടാണ്. അവിടെ ഇങ്ങോട്ട് ആന കയറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ പെൻസിൽ ലൈനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അത്രയുള്ള അവസ്ഥയിലാണ് ഉള്ളത് നാട്. പിന്നെ ഇത് ഈ പറഞ്ഞ മാതിരി ആർല ഫാം, ഈ പുഴയാണ് ഈ ആർല ഫാമിനെയും നമ്മളെ രണ്ടുപേരെ, അതായത് ഈ പുഴയാണ് രണ്ടും, ആർല ഫാമും നമ്മുടെ സാധാരണ നാട്ടുമ്പുറം തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ആർല ഫാം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ പുനരധിവാസ മേഖലയാണ്. പുനരധിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാട്ടിൽ നിന്ന് വരുന്ന ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി കൊടുത്ത് അവിടെ ഒത്തിരി ആൾക്കാർ വരും താമസിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ പറയുന്നതല്ല, എന്തൊരു അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കുക. ജീവിക്കാനുള്ളൊരു പെടാപ്പാടേ, ഒരു ബുദ്ധിമുട്ടൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. എന്നും ഭീതിയുടെ നേരിൽ കഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൊലയാളിയാനകളൊക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പം പറയുന്നത് വെടിവെച്ച് തന്നെ കൊല്ലണമെന്നേ. കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ മൃഗസ്നേഹികൾ. അവരവർ വീട്ടിലിരുന്നിട്ട് കൊണ്ട് മൃഗസ്നേഹം പ്രകടിപ്പിക്കുക. അവർ എറണാകുളത്തും പിന്നെ അവിടെ തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന് AC റൂമിലും വലിയ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് ഈ കയ്യിൽ എഴുതുന്നവരല്ല അവരുടെയൊക്കെ ജീവിതം. എന്നും ഭീതിയിലാണ്. ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ, ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ. ലഗോൺ കോഴിയുടെ അവസ്ഥയാണ് ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ. പേടിച്ചിട്ട് ഏത് നിമിഷം തീരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ എത്ര ആളെ നമുക്ക് ഈ പുലീനെ കുറിച്ചുള്ള പേടിയൊന്നുമില്ല. ഇപ്പോൾ പുലീനെ കുറിച്ചായി. പുലീനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു. നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ പുലീനെ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ആർക്ക് വണ്ടി പോയപ്പോൾ രാത്രി അങ്ങോട്ട്. അപ്പോൾ ഈ വെളുപ്പിന് നമുക്ക് പാതിരാത്രിയിലും വെളുപ്പിനൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, അറിയോ? അതായത് ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ 2 മണിക്കും 1 മണിക്ക്, എന്തിട്ട് പാതിരാത്രി 1 മണിക്ക് എഴുന്നേറ്റ് ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. കൂലിപ്പണിയാണ്, ജീവിക്കേണ്ട ആൾക്കാർക്ക്. അപ്പോൾ അവരൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് പോകും. പേടിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ആ ജോലി സമ്പൂർണ്ണമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പോഴാണ് കശുവണ്ടി സീസണാണ്. കശുവണ്ടി വെറുക്കാൻ വേണ്ടി തോട്ടത്തിലോട്ടൊക്കെ പോകും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഈ വേനൽക്കാലത്ത് കശുവണ്ടിയൊക്കെ തോട്ടത്തിലൂടെ കയറി പോകും. ഞങ്ങൾ കൊച്ചു പിള്ളേർ ഞാനൊക്കെ 5ലും 6ലും പഠിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾ ഈ കശുമാൻ തോട്ടത്തിലൊക്കെ അണ്ടി വെറുക്കാൻ പോയിക്കൊണ്ടിരുന്ന. എൻ്റെ ഉമ്മച്ചി ആർല ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന. ആ കാലത്തൊന്നും ഇത്ര ജനവാസമൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ഒരു ആനയില്ലായിരുന്നു, ഒരു പുലിയില്ലായിരുന്നു, ഗോപ്പും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം എന്താ ഇത്? അയ്യോ, ഒന്നും പറയണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ആർല ഫാമൊക്കെ വല്ല സ്വകാര്യ വ്യക്തികൾക്കൊക്കെ വല്ല പാട്ടത്തിന് വല്ല പരിപാടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ജനങ്ങൾക്ക് ജോലിയും കിട്ടും. അതുപോലെ തന്നെ നാട്ടിൽ അവർ വികസിപ്പിച്ചെടുത്തോളുന്നേ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരൊക്കെ കള്ളൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ അവരൊക്കെ എടുക്കട്ടെ. അവരൊക്കെ എടുത്തു വന്നിട്ട് നമ്മുടെ നാട്ടിലൊരു വികസനം വരട്ടെ. ആർല ഫാമൊക്കെ ചുമ്മാ കുറേ കാട് കയറി കടന്നിട്ട് ആർല ഫാമിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു ജോലി ആവും ചെയ്യും. കാടൊക്കെ വെട്ടിത്തെളിച്ച് ആനേനും ഭീതിയില്ലാണ്ട് ജീവിക്കാം അവർക്ക്. നാട്ടിൻപുറത്തുള്ള കുറേ യുവാക്കൾ ഇപ്പോൾ എന്നെപ്പോലെ പടിയില്ലാണ്ട് നടക്കുന്നതിനൊക്കെ എന്തെങ്കിലും പണി കിട്ടുവാണ്, അതും ആട്ടെ. ഞങ്ങളൊക്കെ മധ്യവസ്ഥകളായി. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി എന്നാൽ കിട്ടാണ്ട് നടക്കുന്ന പിള്ളേരൊക്കെ, അവർക്കൊക്കെ ഓരോ തൊഴിലാകട്ടെ എന്നേ. അങ്ങനെയൊക്കെ വരണം ആർല ഫാമിലൊക്കെ. ഇതൊന്നുമില്ല, ചുമ്മാ കാടും കയറിയാൽ കിടക്കുക. എന്നിട്ട് ആനയുടെ ആക്രമണത്തിൽ, പുലിയുടെ ആക്രമണത്തിൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് 20 ജീവനുകളാണ്. 1ഉം 2ഉം അല്ല ഞങ്ങൾ ആർല ഫാമിൽ വെച്ചത് 20 ജീവനുകളാണ്. കുറേ പൈസ കൊടുത്തോണ്ടോ, ലക്ഷം കൊടുത്തോണ്ടോ, കോടികൾ കൊടുത്തോണ്ടോ ഒന്നും ആ ജീവൻ തിരിച്ചു കിട്ടില്ല മക്കളെ. പോയവർക്ക് പോയി.
പോയവർക്ക് പോയി അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ദിവസമൊക്കെ ഈ ബഹളമൊക്കെ കഴിയും, ഇതങ്ങ് മറക്കും. പിന്നെ അടുത്ത ഏതെങ്കിലും ഒരാക്രമണത്തിൽ വീണ്ടും ഒരാൾ മരിക്കുമ്പോൾ വീണ്ടും തലപൊക്കി വീണ്ടും ഒരു പ്രതിഷേധമൊക്കെ വരും. ഇത്രയൊക്കെ ഉള്ളൂ നാട്ടിൽ, അല്ല വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പുഴയിലോട്ട് അലക്കാൻ വേണ്ടി വരാൻ പോകുമ്പോൾ എന്ത് ചെയ്ത് ഉമ്മ പുഴയിലോട്ട് ഇടുന്നില്ല. ഉമ്മക്ക് പേടിയാന്ന്, എല്ലാവർക്കും പേടിയുണ്ടെന്നേ. ഉമ്മ പറയുന്നത് അങ്ങോട്ട് പോകണ്ട, പുഴയിൽ ആരും ഉണ്ടാവില്ല, ആന വരും, പുലി വരും, കടുവ വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? എത്ര കാലം നമ്മൾ പേടിച്ച് കഴിയും? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഓർക്കോ, ഞങ്ങളൊക്കെ ഈ കശുമാതോട്ടത്തിൽ കൂടെയൊക്കെ കുറേ കശുവണ്ടി പെറുക്കി പോകും. ഞങ്ങളൊരു എത്ര കിലോമീറ്ററോളം നടന്നു ഞങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് നടന്ന് കുറേ കഴിഞ്ഞ് കൊട്ടയും ചാക്കൊക്കെ നിറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ കൂടെ ശ്രദ്ധിക്കുക, ഏരിയയിലുണ്ടാവില്ല. ഇത് ഞങ്ങളവിടുന്ന് കൂകും. അപ്പം നമ്മുടെ കൂക്കൽ കേട്ടിട്ട് ഏതെങ്കിലും ഭാഗത്ത് അടുത്ത് കൂകും. അങ്ങനെ രണ്ടുപേര് കൂടി അന്ന് ഞങ്ങൾക്ക് പേടിക്കേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നത് കാട്ടുപന്നിയായിരുന്നു. പന്നീനെ കാണും പിന്നെ ഓടി മരത്തെ കയറിയ പിന്നെ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പന്നീന് നമ്മൾ കശുമാവിൻ്റെ പൊക്കത്തോട്ട് കയറും. പന്നീനെ കണ്ട് ഞങ്ങൾ ഒരുപാട് വട്ടം ഓടി കശുമാവിൻ്റെ പൊക്കത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ പന്നിക്ക് കശുമാവിലോട്ട് അല്ല മാവിൻ്റെ പൊക്കത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ ആന എങ്ങനെയാണോ, കുലിക്ക് താഴെ ഇടൂലേ നമ്മളെ, കുത്തി കീറും ആന. എന്തൊരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയെന്ന്. ഇപ്പം എല്ലാവരും പറയാറുണ്ട്, കാസി ഈ നാട്ടിലിങ്ങനെ കടന്നിട്ട് നീ, ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാനിതിങ്ങനെ ചിന്തിച്ചു പോയതാണ്. ഇന്നിവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ. എന്തെങ്കിലും ഒരു നടപടി ഇവിടെ തീർച്ചയായിട്ടും വരണം. ജനങ്ങൾക്ക് ഭീതിയില്ലാണ്ട് ജീവിക്കാനുള്ളൊരു അവസരം നമ്മളെ കൊടുക്കണം. ഒത്തിരി ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് വീടും കെട്ടി ഇവിടെ വന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. വയനാട്ടിൽ നിന്ന് വരെയുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് പുനരധിവാസ മേഖലയിൽ. ഇത് മേടിച്ച് കൊടുക്കാനൊക്കെ, അതായത് ഇത് കൊടുത്ത പോലെ തന്നെ അതിൻ്റെ ഇവർക്ക് ഈ പുനരധിവാസത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തവർ തന്നെ കുറച്ചും കൂടി മുൻകൈ എടുക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ആനകളുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരം. എങ്ങനെ കിടന്ന ആർല ഫാമാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല ഞങ്ങൾ ആർല ഫാമിനെ കുറിച്ച്. അതിനൊക്കെ വർണ്ണിച്ചാലൊന്നും ഒരു വർണ്ണയിലും 2 വർണ്ണയിലും തീരുന്നൊന്നല്ല ഞങ്ങൾ ആർല ഫാമിനെ കുറിച്ചുള്ള വർണ്ണന. കാരണം ഞങ്ങളെ കുട്ടിക്കാലത്ത് എന്തൊക്കെ രസമായിരുന്നു. ഇത്ര തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ട് ഈ സ്ഥാപനമാണ്. എല്ലാവരും പോയി, ആരുമില്ല. ഇപ്പോൾ കാടും കാട്ടാനകളും, മാടുകൾ, പുലികൾ, കടുവകൾ. ഇത് ആരുടെ വന്യജീവി സാങ്കേതിക കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങോട്ടാണ്, പക്ഷേ ഇതൊക്കെ ഇങ്ങോട്ടാക്കേണ്ട അവസരമായിട്ടുണ്ട് ഇപ്പോൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് അലക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ തുണി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കണ്ടോ, ബക്കറ്റിൽ കിടക്കുക, സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ. ഇനിയിപ്പോൾ വേഗം അലക്കിയിട്ട് പോട്ടെ. ഉമ്മ വിചാരിക്കും എന്നെ കാണാത്തത് എന്നെ വല്ല ആനയും ചവിട്ടി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അതും അലക്കിയിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമം എന്ത് പറയാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുഴയിലെ വെള്ളത്തിൻ്റെ ഒക്കെ അവസ്ഥയൊക്കെ ആകെ കുറഞ്ഞു കേസ് കണ്ടോ. വെള്ളത്തിൽ നീരൊക്കൊക്കെ കുറഞ്ഞു. ഇനി 2 മാസം കൂടി അങ്ങനെ കടിച്ചു പോവുക. ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതല്ലാണ്ട് ഈ വെള്ളമൊക്കെ അങ്ങ് പറ്റും. പുതിയ വീഡിയോയിൽ കാണാം.